നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏറ്റുമാനൂരപ്പനെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം. ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വലിയ കോളിലൊക്കെ മക്കാലത്തുണ്ടായി. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഏറ്റുമാനൂരപ്പനെ അന്ന് കട്ടുകൊണ്ടുപോയത് കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തെ പ്രവർത്തകനായിട്ടുള്ള ഒരാളായിരുന്നു, സ്റ്റീഫൻ. നമസ്കാരം. ഈ വീഡിയോ കണ്ടല്ലോ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു വൻ കവർച്ച നടക്കുകയുണ്ടായി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് അന്ന് സ്റ്റീഫൻ എന്ന് പറയുന്ന വിഗ്രഹ മോഷ്ടാവിനെ പിടികൂടിയത്. ഒരു കമ്പിപ്പാരയും നോട്ട് ബുക്കിന്റെ ചില താളുകളുമായിരുന്നു അന്ന് സ്റ്റീഫൻ എന്ന വിഗ്രഹ മോഷ്ടാവിനെ കൊടുക്കുന്നതിന് വേണ്ടി പോലീസുകാർക്ക് തെളിവായി കിട്ടിയത്. ഒരു കുട്ടി തന്റെ പഴയ നോട്ട് ബുക്കുകൾ അടുത്തുള്ള ഒരു ആക്രിക്കടയിൽ വിൽക്കുന്നു. ഏറ്റുമാനൂർ വിഗ്രഹം മോഷ്ടിക്കാൻ തയ്യാറെടുത്ത സ്റ്റീഫൻ ഒരു കമ്പിപ്പാരയും ഒരു കടയിൽ നിന്ന്, ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നു. എന്നാൽ ഹാർഡ്വെയർ സ്റ്റോറിൽ ഈ ആക്രിക്കടയിൽ വിറ്റ ബുക്കുകൾ, സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കമ്പിപ്പാര പൊതിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഈ കുട്ടി വിറ്റ നോട്ട് ബുക്കിലെ താളുകളാണ് ആക്രിക്കടക്കാരൻ ഉപയോഗിച്ചത്. ഈ നോട്ട് ബുക്കിൽ ഈ കുട്ടിയുടെ പേരുണ്ടായിരുന്നു. ആ പേര് നോക്കിയാണ് കട വഴി, അതായത് എവിടെ നിന്നാണ്, ഏത് ആക്രിക്കടയിൽ നിന്നാണ് കമ്പിപ്പാര വിറ്റുപോയിരിക്കുന്നത് എന്നുള്ള കൂടുതൽ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുട്ടി ബുക്ക് വിറ്റ കടയും കമ്പിപ്പാര വിറ്റ കടയും ആരാണിത് വാങ്ങിയത് ഒക്കെ എന്നുള്ള കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തി പോലീസ് സ്റ്റീഫന് കൊടുക്കുന്നത്. എന്നാൽ അന്ന് സ്റ്റീഫന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും കേരളം ചർച്ച ചെയ്തിരുന്നില്ല. ബഹുമാന്യനായ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്ന കാര്യമാണ് ഈ പറഞ്ഞത്. എന്താണ് ഇത് ഇത്രയും ആമുഖമായി പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ 2019 ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പിന്റെ യാതൊരു ഫയലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമല 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും 2019 തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന A പത്മകുമാറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റ് ഇതര ജീവനക്കാരുമെല്ലാം അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ 5 ജീവനക്കാരാണ്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 5 ജീവനക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ 5 ജീവനക്കാരിൽ CPMന്റെ MLA ഉണ്ട്, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ ആളുണ്ട്, CPMന്റെ സംഘടനകളിൽ, അതായത് ദേവസ്വം സംഘടനയിൽ പ്രവർത്തിക്കുന്ന തലമുതിർന്ന നേതാക്കന്മാരുണ്ട് എന്ന് വരുമ്പോൾ ഇതുവരെയും SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 5 പേരും CPMുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. ഇനി ആറാമൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം നിൽക്കുമ്പോഴാണ് A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പത്മകുമാർ നിർണായകമായ പല മൊഴികളും SITക്ക് നൽകിയിരിക്കുന്നു. കൂടാതെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും SIT ഏതാണ്ട് 12 മണിക്കൂറോളം നേരം റെയ്ഡ് ചെയ്ത് ചില വിലപ്പെട്ട വിവരങ്ങൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 1-ാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 കേസുകളാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി അത് സ്വർണം മുക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ തീരുമാനപ്രകാരം ദേവസ്വം മഹസ്റിലും രജിസ്റ്ററിലും ചെമ്പ് പാളികൾ സ്വർണം മുക്കുന്നതിന് വേണ്ടി കൊടുത്തയക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എന്ന് എഴുതി ചേർത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊടുത്ത ഒരു കേസ്. ആ കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2-ാമത്തെ കേസ് ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടള പടിയും ഉമ്മറവാതിലുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇളക്കി കൊടുത്ത് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തത്. ഈ കേസിലും മഹസ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് പാളികൾ തന്നെയാണ് എന്നാണ്. എന്നാൽ 1998 മുതൽ 99 വരെ UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ഏതാണ്ട് 33 കിലോഗ്രാം സ്വർണം ചിലവഴിച്ച് ശബരിമലയിലെ ശ്രീകോവിലും ഉമ്മറ കട്ടളപ്പടിവാതിലും ദ്വാരപാലകരിലെ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും തങ്കത്താഴിക്കുടവും എന്ന് വേണ്ട ശബരിമലയുടെ ചുറ്റമ്പലത്തിലെ അയ്യപ്പ വീരചരിതങ്ങൾ രേഖപ്പെടുത്തിയ സ്വർണ്ണ ആലേഖനങ്ങളുമെല്ലാം വിജയ് മല്യ ചെയ്തു കൊടുക്കുകയുണ്ടായി. ഏതാണ്ട് 33 കിലോഗ്രാം സ്വർണം ഉപയോഗിക്കുകയും 1900 കിലോ ചെമ്പ് ഉപയോഗിച്ചാണ് വിജയ് മല്യ ഇത് ചെയ്തു കൊടുത്തത് എന്നാണ് ശബരിമല ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലുള്ളത്, തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രജിസ്റ്ററിലുള്ളത്. കാരണം 1999 സ്വർണ്ണ നിർമ്മിതികളെല്ലാം പൂർത്തിയായി ശബരിമല തിരുവിതാംകൂർ ദേവസ്വത്തിന് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശബരിമലയിൽ തങ്ങൾ എന്തൊക്കെയാണ് സ്വർണ്ണ നിർമ്മിതികൾ ചെയ്തിട്ടുള്ളത്, ഏതെല്ലാം ഇടങ്ങളിൽ എത്ര കിലോഗ്രാം എത്ര ഗ്രാം സ്വർണം ഉപയോഗിച്ചു, എത്ര ഗ്രാം എത്ര കിലോ ചെമ്പ് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വ്യക്തമായ രേഖകൾ അന്ന് ശബരിമല ദേവസ്വത്തിന്, തിരുവിതാംകൂർ ദേവസ്വത്തിന് വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് കൈമാറിയിട്ടുണ്ടായിരുന്നു. അന്ന് വിജയ് മല്യ തനി തങ്കത്തിൽ പൊതിഞ്ഞു നൽകിയ ഉമ്മറ കട്ടള പടിവാതിലും
ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമാണ് പിന്നീട് എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ എഴുതി ചേർത്തത് ശബരിമലയിൽ നിന്നും ഇളക്കി കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളികളായിരുന്നു എന്നുള്ളത്. ഈ കേസിൽ ഇപ്പോൾ പത്മകുമാർ അടക്കം 6 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പത്മകുമാർ ചില നിർണായകമായ മൊഴികൾ SITക്ക് കൊടുത്തിരിക്കുന്നു. കൂടാതെ അറസ്റ്റിലായ പത്മകുമാർ ഉൾപ്പെടെയുള്ള 6 പേരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2019 സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെതിരെ അതിനിർണായകമായ അതീവ ഗുരുതരമായ തെളിവുകൾ നൽകിയിരിക്കുന്നു. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ദേവസ്വം ജീവനക്കാരായ തങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് അറസ്റ്റിലായ എല്ലാവരും പറഞ്ഞത്. ദേവസ്വം കമ്മീഷണറായ N വാസുവും ഇത് തന്നെയാണ് പറഞ്ഞത്. പത്മകുമാറിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അവിടെ നിന്നും ഈ പാളികൾ ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഉമ്മറക്കട്ടുള്ള പടിയും വാതിലുമെല്ലാം കൊണ്ടുപോയിരിക്കുന്നതും പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ചിലരൊക്കെ, അതായത് എനിക്ക് മുകളിൽ ചില വലിയ ആളുകളുണ്ട്, വമ്പന്മാരുണ്ട് എന്ന് പത്മകുമാർ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ഒരു പത്മകുമാർ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ യാതൊരു നിർമ്മിതികളും നടക്കില്ല. അതുകൊണ്ട് പത്മകുമാർ മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ ആ പ്രസിഡന്റിന് തലയ്ക്ക് മുകളിൽ ചില ആളുകളുണ്ട്, ഞങ്ങൾ ദൈവതുല്യരായി കണക്കാക്കുന്ന പല ആളുകളുമുണ്ട്, അവരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മറുപടി പറയട്ടെ, അതിനുശേഷം ഞാൻ മറുപടി പറയാമെന്നാണ് പത്മകുമാർ പറഞ്ഞിരുന്നത്. മറ്റൊരു കാര്യം കൂടി പത്മകുമാർ എടുത്തു പറയുകയുണ്ടായി. അതായത് 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ കൃത്യമായ തെളിവുകളാണ് പത്മകുമാറിന്റെ മൊഴിയിൽ നിന്നും SITക്ക് കിട്ടിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് ആവശ്യമായ അനുമതി ചോദിച്ചുകൊണ്ട് സർക്കാരിനാണ്, ദേവസ്വം വകുപ്പിനാണ് ആദ്യം ഒരു അപേക്ഷ നൽകിയിരുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശബരിമലയിലെ ശ്രീകോവിലിലെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലുമെല്ലാം സ്വർണം പൂശി നൽകുന്നതിന് താൻ സന്നദ്ധനാണ്, താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ സന്നദ്ധനാണ്, അതുകൊണ്ട് തന്നെ അതിന് അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പിന് പിണറായി വിജയൻ സർക്കാരിനാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ നൽകുന്നത്. ഈ അപേക്ഷ ദേവസ്വം വകുപ്പിൽ നിന്നും, അതായത് ദേവസ്വം വകുപ്പിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ അപേക്ഷ കൈമാറുന്നു. ആ അപേക്ഷ തനിക്ക് കിട്ടിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ താൻ അതിന്മേൽ ഒരു നടപടി കൈക്കൊള്ളുക മാത്രമാണ് ചെയ്തത് എന്ന് പത്മകുമാർ പറയുമ്പോൾ, ദേവസ്വം വകുപ്പിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കത്ത് കിട്ടുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഈ കത്ത് വരിക? പത്മകുമാർ കൃത്യമായി തന്നെ ചൂണ്ടിപ്പറയുന്നു, കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുമ്പോൾ, ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വവുമായി ബന്ധപ്പെട്ട്, ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഫയലും കാണാറില്ല. 500 രൂപയുടെ മരാമത്ത് പണികൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെയോ മറ്റിതര ദേവസ്വം ബോർഡിന്റെയോ കീഴിൽ നടക്കുന്ന ക്ഷേത്രങ്ങളിലെ മരാമത്ത് പണികളുടെ ഫയൽ പോലും ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ, 2019 ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ഈ സ്വർണ്ണ തീവട്ടി കൊള്ളയ്ക്ക് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുത്തത്, അതായത് സ്വർണം പൂശുന്ന നിർമ്മിതികൾക്ക് വേണ്ടിയുള്ള അനുമതി കൊടുത്തത് ദേവസ്വം വകുപ്പിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിട്ടിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ഒരു തീരുമാനമെടുത്തതാണ്. സർക്കാർ അയച്ച കത്തിൽ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ താൻ ഒരു തീരുമാനമെടുത്തത് എന്ന് എ പത്മകുമാർ പറയുമ്പോൾ, ദേവസ്വം ബോർഡിൽ നിന്നും അയക്കുന്ന, അതായത് ദേവസ്വം വകുപ്പിൽ നിന്ന് അയക്കുന്ന കത്തിൽ എങ്ങനെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കാണാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു കത്ത് വരിക എന്നുള്ളത് ചോദ്യം തന്നെയാണ്. മൂക്ക് കീഴ്പോട്ടായ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ദേവസ്വം വകുപ്പിൽ നിന്ന് ഒരു കത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്കോ ഒരു കത്ത് പോകുന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കാണാതിരിക്കാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ പോലുള്ള ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഗൗരവതരമായ വൻ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതായ ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണ നിർമ്മിതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാളുടെ കൈവശം കൊടുത്തയക്കുമ്പോൾ, അത് ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുമ്പോൾ, ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഇങ്ങനെയൊരു ശുപാർശ കത്ത് പോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്തിന്മേൽ ഉചിതമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് പോയതെങ്കിൽ അത് ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കളവ് പറയുന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു വീഡിയോ കാണിച്ചത്. കാരണം EK നായനാർ കേരളം ഭരിക്കുമ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ വളരെ വാചാലമായി സംസാരിക്കുന്നത്. അതൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ വിഗ്രഹം കട്ടുകൊണ്ടുപോയത് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ
ദൃഢനിശ്ചയത്തോടു കൂടി കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ശബരിമല ദേവസ്ഥാനത്ത് നടന്ന ഒരു സ്വർണ്ണ പെരുങ്കൊള്ളയെക്കുറിച്ച് ഞാൻ ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല, ദേവസ്വം വകുപ്പ് മന്ത്രിയായ എനിക്കിത് അറിയില്ല എന്ന് പറയുമ്പോൾ, EK നായനാരുടെ ഭരണകാലത്ത് നടന്ന ഒരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ അവിടുത്തെ ദേവന്റെ വിഗ്രഹം അടിച്ചുകൊണ്ടുപോയ കാര്യം കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന കടകംപള്ളിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം കടകംപള്ളിയുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ കൊള്ള നടത്തിയത് കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് കടകംപള്ളിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ ആളുകൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങേക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അങ്ങ് സത്യം പറഞ്ഞ് ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റണം. MLA ആയോ മന്ത്രിയായോ എല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാൻ ആരോടും പക്ഷപാതിത്വം കാണിക്കില്ല, ആരോടും അപ്രീതിയും പ്രീതിയും കാണിക്കില്ല, ജനാധിപത്യപരമായ രീതിയിൽ സ്വാതന്ത്ര്യത്തിന്റെ പരമോന്നതമായ, നീതിപീഠത്തിന്റെ പരമോന്നതമായ മൂല്യങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രിയോ MLA യോ ഇതുപോലെ സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ് എന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ശബരിമല ദേവസന്നിധിയിൽ നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പും ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വേണ്ട, ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. EK നായനാർ മന്ത്രിയായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ മോഷ്ടാവിനെ കുറിച്ച് എങ്ങനെയാണ്, അത് കോൺഗ്രസ്സുകാരനാണെന്ന് എങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞത്? അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞു വെച്ചു. അത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ വിഗ്രഹം മോഷ്ടിച്ചത് എന്നുകൂടി കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞു വെക്കുമ്പോൾ, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിലും കടകംപള്ളി സുരേന്ദ്രൻ ഈ കൊള്ളയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ താൻ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടി നാട് ഭരിക്കുമ്പോൾ, താൻ പ്രതിനിധാനം ചെയ്യുന്ന CPM എന്ന പാർട്ടി നാട് ഭരിക്കുമ്പോൾ നാട്ടിൽ നടന്ന ഇത്രയും പെരുങ്കൊള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, കടകംപള്ളി സുരേന്ദ്രനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇനി കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലോ അറിയാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, പെരുങ്കൊള്ളയെക്കുറിച്ച്, തീവട്ടിക്കൊള്ളയെക്കുറിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നത നേതാവ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളം തന്നെയാണ്. ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ, താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനിയും ഈ വിഷയത്തിൽ താങ്കൾ ഉരുണ്ട് കളിക്കാതെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ താങ്കൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പൊതുജനത്തോട് തുറന്നു പറയാൻ ഇനിയെങ്കിലും താങ്കൾ മനസ്ഥൈര്യം കാണിക്കണം, ഇനിയെങ്കിലും നട്ടെല്ല് കാണിക്കണം. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ SIT കൃത്യമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമ്പോൾ പത്മകുമാർ പറഞ്ഞ രീതിയിലുള്ള ദൈവതുല്യനായ ആൾ ആരാണ് എന്നുള്ള അന്വേഷണം SIT നടത്തുകയാണെങ്കിൽ അത് കടകംപള്ളിയിലേക്കോ അല്ലെങ്കിൽ കടകംപള്ളിക്ക് മേലിലുള്ള ആ ഒരു ദൈവത്തിലേക്കോ എത്തിച്ചേരും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ആ ദൈവം, പത്മകുമാർ പറഞ്ഞ ദൈവം ആരാണ്? കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ഒരു ഫയൽ പോലും ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കണ്ടിട്ടില്ലെങ്കിലും CPMന്റെ സമുന്നതനായ നേതാവ് എന്ന രീതിയിൽ കടകംപള്ളി ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഒരു നാൾ കടകംപള്ളിക്ക് പൊതുജനമധ്യത്തിൽ നിന്നും വിളിച്ചു പറയേണ്ടി വരും എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോൾ കടകംപള്ളിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പോസ്റ്റുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കടകംപള്ളി ഒരു പ്രസ്താവന നടത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. SIT കൃത്യമായ നടപടികൾ കൈക്കൊള്ളും. പത്മകുമാർ പറഞ്ഞ ആ ഉന്നതൻ ആരാണ്, ദൈവതുല്യനായ ഉന്നതൻ ആരാണ് എന്നുള്ള അന്വേഷണം SIT നടത്തും. ആ ആളെ നിയമത്തിന് മുന്നിൽ SIT കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.